നമ്മുടെ ഗീത പ്രസവിച്ചു. ആൺകുട്ടി. എപ്പോ? ആഴ്ച ഒന്ന് കഴിഞ്ഞു. നമ്മൾ ആദ്യമായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയായി. എന്നിട്ടും നമ്മളതറിഞ്ഞില്ലടി. ദിവസവും ഇതിലെ കടന്നു പോകുന്ന നമ്മുടെ മോന് അവൻ അറിയിക്കാൻ മനസ്സുണ്ടായില്ല. അത് തിരക്കിനിടയ്ക്ക് അവൻ ചിലപ്പോ മറന്നതാവും. വേണ്ടടി, നീ എന്നെ സമാധാനിപ്പിക്കൊന്നും വേണ്ട. അത്രയ്ക്ക് വിഷമൊന്നും എനിക്കില്ല. അവനേക്കാ വാശിയുള്ളതാണ് ഞാൻ. എനിക്ക് അങ്ങനെ ഒരു മകനില്ല. പിന്നെ കടക്കാരനായി പോയതുകൊണ്ട് കുറച്ചു കാലം കൂടി ഇതൊക്കെ സഹിക്കണം. അത്ര ഞാൻ കരുതിയിട്ടുള്ളൂ. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? രണ്ടാളുടെയും കാര്യം നീ നോക്കണ്ട. ഒന്നിൽ അവൻ അല്ലെങ്കിൽ ഞാൻ. എല്ലാരും കേൾക്കാനാ പറയുന്നേ. ഗീത നമ്മളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നമുക്ക് അവളെയും കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് അവൻ എന്നെ അവിടെ നാട്ടി ഇറക്കുന്നത് നിനക്ക് കാണുമല്ലേ? എന്നാ അച്ഛൻ വരണ്ട, ഞാനും അമ്മയും കൂടെ പോയിക്കോളാം. പോയിക്കോ, പക്ഷെ പിന്നെ ഈ പടിക്കകത്തേക്ക് കിടക്കരുത്. എന്നാലും അവക്ക് എന്ത് തോന്നും? അവക്ക് എന്ത് തോന്നിയാലും പ്രശ്നമില്ല. അവന്റെ ഭാര്യയാണ്. അവന്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് നമുക്ക് ഒരു ബന്ധവും വേണ്ട. മോനെ, നമുക്ക് പോയി മുത്തച്ഛനെ മുത്തശ്ശിയൊക്കെ കാണണ്ടേ? ദേ, പിന്നെ നിങ്ങൾ തമ്മിലുള്ള വഴക്കൊന്നും ഞാൻ നോക്കില്ല. അവിടെ ചെന്നാ ഞാൻ നേരെ അങ്ങോട്ട് കയറി ചെല്ലും. എന്തിന്? മോനെ അച്ഛനെയും അമ്മയും കാണിക്കാൻ. അല്ലെങ്കിലും ഞാൻ അവരോട് മിണ്ടാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അവരെന്നോടെന്ത് തെറ്റാ ചെയ്തത്? എന്നോട് തെറ്റ് ചെയ്താൽ നിന്നോട് തെറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അവരുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട. എന്നാലും ഒരെന്നാലും ഇല്ല. നീ അവിടെ പോവുകയോ സംസാരിക്കുകയോ എങ്ങാനും ചെയ്താൽ അമ്മണിയേ, വാ, ഇതിലെ ആ വഴി. ഗീതേ, അതിനെ അകത്തുകൊണ്ട് കിടത്താൻ, അതിന്റെ ഉറക്കം കളയാനായിട്ട് ഓരോരുത്തരും. നിനക്ക് എന്താ അവിടെ കാര്യം? എന്താണെന്ന്? ഇത്ര നാളായിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചത്തോ ജീവിച്ചോ ഒന്ന് അന്വേഷിച്ചിട്ടില്ല. ഇപ്പൊ വന്നിരിക്കുന്നു പിന്നായിരിക്കാൻ. എന്തിനാ കഴിയുന്നേ? അതിനെ കൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നമ്മളോട് ഒറ്റയ്ക്കാ. അച്ഛനും ഇല്ല, അമ്മയില്ല. അത് കഴിഞ്ഞ ജന്മത്തിലാന്ന് കരുതിയാൽ മതി.
ഉറക്കം വരുന്നില്ല. അമ്മേ, കാലം മാറി. ഇനി അങ്ങോട്ട് തുണി അലക്കലും ചോറുവെക്കലും ഒക്കെ അച്ഛനോട് ചെയ്താ മതി എന്ന് പറ. ഇതേ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് വിളിക്കേ. ആ എന്തിനാ കിണിക്കുന്നത്? അല്ല, നാളത്തെ ബാങ്ക് മാനേജരാണേ വെള്ളം ചൂടാക്കുന്ന അടുക്കളപ്പണിയൊക്കെ. അതിനെന്താ, മഹാത്മാഗാന്ധി എന്തെല്ലാം വീട്ടിൽ ചെയ്തിട്ടുണ്ട്? ഇതുപോലെ കുഞ്ഞിനെ നോക്കിയിട്ടുണ്ടോ എന്തോ എനിക്കറിയില്ല. ദേ ഉണ്ണിയേട്ടാ, ആ മോനെ ഒന്ന് പിടിച്ചേ. അച്ഛന്റെ മോനല്ലേടാ. ആ കരയല്ലേ. ഇതേ ഇതേ ദൈവം പിടിച്ചേ. സർവത്ര മൂത്രം ഒഴിച്ചു. ആ, കുട്ടികൾ അച്ഛന്റെ ദേഹത്ത് മൂത്രം ഒഴിക്കുന്നൊക്കെ പതിവാ. ഞാൻ പറഞ്ഞില്ല, എന്തുവാടാ? ഈ സമയത്ത് മക്കളെ നോക്കാൻ നമ്മുടെ അമ്മമാരുണ്ടാകേണ്ടതാ. ഓ, അപ്പൊ അമ്മമാരില്ലാത്തവരെന്ത് ചെയ്യും? ഇല്ലാത്തവരുടെ കാര്യം പോട്ടെ, ഇത് വിളിച്ചാ വിളിയേക്കുന്ന ദൂരത്ത് ആളുണ്ടല്ലോ. അല്ല, എത്ര ദിവസം ഒന്നും പറഞ്ഞാ തുണി ഇരുമുന്നതും വെള്ളം ചൂടാക്കുന്നതും ഒക്കെ. ഇതേ ദേഷ്യപ്പെടുവൊന്നും വേണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. കാശുണ്ടെങ്കിൽ അമ്മമാരുടെ സ്ഥാനത്ത് നിനക്ക് എത്ര അമ്മമാരെ വേണം? ഉം. നീ നോക്കിക്കോ, ഞാൻ കാണിച്ചുതരാം. വന്നാട്ടെ. പടി പടി. ആ. കുഞ്ഞമ്മേ, ദേ ആ കാണുന്നതാ നമ്മുടെ വീട്. അപ്പൊ ഇതോ? ആ, അത് വേറെ ആൾക്കാരാ. വാ. ഹിന്ദുക്കളാ ക്രിസ്ത്യാനികളാ? വാന്ന്. കുഞ്ഞമ്മയോ? ഇതേതാ ഇവനൊരു പുതിയ കുഞ്ഞമ്മ? മോളെ ഇച്ചിരി ചോറ്. കറി ഉണ്ടെങ്കിൽ ഇച്ചിരി ഒഴിക്കും. അയ്യോ, കറി കൂടിപ്പോയല്ലോ മോളെ, ഇച്ചിരി ചോറും കൂടി. കാനറ ബാങ്കിൽ നിന്ന് പോന്നേ പിന്നെ എനിക്ക് ഒട്ടും വിശപ്പില്ല. ഇന്ത്യൻ ബാങ്കുകാർക്ക് എന്നെ വിട ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പിന്നെ പെറ്റെടുക്കണ ഒരു പെണ്ണുണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാ ഞാൻ ആ ബാങ്കിൽ നിന്ന് പോന്നത്. ഇന്ത്യൻ ബാങ്ക് മാനേജർ സദാശിവം പിള്ള സാറിന്റെ വീട്ടിലാ കുഞ്ഞമ്മ നിന്നോണ്ടിരുന്നത്. പിള്ള സാർ ആ കുഞ്ഞമ്മ നമുക്ക് ഒപ്പിച്ചു തന്നത്. ഓ, അപ്പോ ഇന്ത്യൻ ബാങ്കിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ അല്ലേ? അതെ, ഞാൻ ബാങ്കുകാർ വീട്ടിൽ മാത്രമേ നിന്നിട്ടുള്ളൂ. ആ, പിന്നെ അപ്പുറത്തുള്ളവരുമായിട്ട് വലിയ അടുപ്പൊന്നും വേണ്ട, അങ്ങോട്ട് പോവുകയും വേണ്ട. ആര്? എന്റെ പട്ടി പോവാ. മോളെ ഇച്ചിരി ചോറും കൊണ്ടിട്ടെ. കൊടുക്ക് കൊടുക്ക്. ഓ, ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. ഓ, ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. നിന്നെ ഞാൻ സ്വത്ത് കേട്ടത് കിടന്ന് മോങ്ങാൻ തുടങ്ങിയാലേ വലിച്ച് ഞാനൊരു ഏറ് വെച്ചേരും. നാശം പിടിച്ചത്. ഇങ്ങനെയുണ്ട് ഒരു സന്താനം. അയ്യോ, അസത്ത് ഞാൻ കണ്ടിട്ടില്ല. കൊച്ചുവാവയാണ്, കുഞ്ഞി മോനാണ്, പൊന്നു മോനും മോനാണ്, അമ്മേരെ മോനും മോനാണ്, തങ്കക്കുട്ടി മോനാണ്. മോൾ എന്തിനപ്പോ വെള്ളം കോരണേ? പെറ്റെണീറ്റിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. കനപ്പെട്ട ജോലിയൊന്നും ചെയ്യണ്ട. സ്വന്തക്കാർക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാ കുഞ്ഞമ്മേ? ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. എന്നാലും ചിലർക്ക് എന്നോട് മിണ്ടാൻ വിഷമം, കണ്ടാ നോക്കാൻ വിഷമം. ആ,
ആരുമില്ലാത്തവർക്കും ജീവിക്കണ്ടേ അല്ലേ കുഞ്ഞമ്മേ? എനിക്കൊന്നും അറിഞ്ഞൂടേ. കുഞ്ഞി മോനും മോനാണേ കൊച്ചു. നീ ഉദ്ദേശിച്ച എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ വിചാരിച്ച ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ഷമിക്കാൻ പറയാനല്ലാതെ അമ്മയ്ക്ക് മറ്റൊന്നും അറിയില്ല മോളെ. ഗീതേ, ഞാൻ ഇറങ്ങാം. ചിലപ്പോ ഒന്ന് ചെയർമാനെ കാണാൻ പോകേണ്ടി വരും. എന്റെ പ്രൊമോഷൻ തടയാൻ ബാങ്കിൽ ചെലവന്മാർ ചില കളികൾ കളിക്കുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. പോയാൽ ഞാൻ വൈകിയേ വരൂ. പിന്നെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുകയല്ല. എന്താ? ആ തള്ളക്ക് ഇങ്ങനൊന്നും വാരി കോരി കൊടുത്ത് ശീലിപ്പിക്കാതെ എന്തിനൊരു പിടിപ്പ് വേണം. എന്തൊരു കീറല കീറുക, ചീകട് കീറണ മാതിരി കീറണ ആശം. മോളെ, ഈ കഥവൊന്ന് അടച്ചോട്ടെ. എന്തിനാ? കുട്ടിയോളെ കരച്ചില് രാത്രിയിൽ കേട്ട തീരെ ഉറക്കം വരില്ല, അതുകൊണ്ടാ. അടച്ചോ. മുത്തശ്ശിയുടെ പൊന്നുമോനെ കരല്ലടാ. വാവോ പൊന്നുമോൻ വാവോ. കരല്ലടാ കരല്ല. കുറച്ച് ദിവസമായില്ലേ നാടൻ മരുന്നും ആവി വളരൊക്കെ ആയിട്ട്. നമുക്ക് ഡോക്ടറെ കണ്ടുപിടിച്ചാ. ഡോക്ടറെ കണ്ട അയാൾ 100 കൂട്ടം മരുന്ന് എഴുതി തരും. ഒരാവശ്യമില്ലെങ്കിൽ കിടക്കാൻ പറയും. അതൊക്കെ വലിയ ചെലവാ. അസുഖം വന്നാൽ ചെലവ് ചെയ്യാതെ എങ്ങനെയാ? ഇത് സാരമില്ലെന്നേ. മഞ്ഞ് കൊണ്ടാ പണ്ടേ എനിക്ക് ഉള്ളതാ ഈ അസുഖം. ജലദോഷത്തിൻ്റെയാ. വൈകുന്നേരം ആകുമ്പോൾ മാറും. രാത്രി ലോഡെടുക്കാൻ പോകണ്ട. അച്ഛൻ ഈ കാട്ടിലേക്ക് പോകുന്ന പണിയൊന്നും നിർത്ത്. അതുകൊണ്ടാണ് ഈ അസുഖം മുഴുവൻ. അസുഖം നോക്കിയിരുന്ന കാര്യങ്ങൾ നടക്കും. ഇതൊക്കെ ആരെ കാണിക്കാനാണ് നിന്റെ വിചാരം? ഏത്? പുറത്തിരുന്ന് ആവി പിടിക്കുക, എന്നിട്ട് ദേ ഇവിടെ ഈ ജനലിന്റെ ചോട്ടിലിരുന്ന് രാത്രിയിൽ എടുക്കാൻ പോകുന്ന ലോഡിനെ പറ്റി ഉറക്കെ പറയുക. ഇതൊക്കെ എന്തിനാ? ഞാൻ കേൾക്കാൻ. എന്റെ മനസ്സ് വേദനിച്ചോട്ടെ, അതാ അവിടുത്തെ ഉദ്ദേശം. പക്ഷെ എനിക്കുണ്ടല്ലോ, ഞാൻ നോക്കിയേ, ഒരു വിഷമം തോന്നില്ല. പുറത്ത് മഞ്ഞ് വീണാ ജലദോഷം വരുന്ന ആളാണെന്നറിയാം. പിന്നെ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ട് രാത്രി ലോറി എടുത്ത് കാട്ടിലേക്ക് പോയത്? എന്നെ തോപ്പിക്കാൻ. കാണുന്നവര് പറയുമല്ലോ, ആ ശങ്കരൻ നായർ പാവം, കൃഷ്ണൻ ഉണ്ണി ദുഷ്ടൻ. പറഞ്ഞോടടി, എനിക്കതുകൊണ്ടൊരു വിഷമമില്ലെന്ന്. അല്ല, രാഘവമ്പാലം കിടന്ന് കഷ്ടപ്പെടുന്നതിന് ഞാൻ പറഞ്ഞിട്ടാണോ? പറയാനുള്ളത് എന്ത് ഞാൻ മോത്തോയെ പറയും. അന്നും അത്രേ നടന്നിട്ടു.
പിന്നെ വാശിയാണെങ്കിൽ ഞാനും വാശിയുള്ളവനാ. അത് മാറ്റാൻ ഈ പണി കൊണ്ടൊന്നും പറ്റുകയല്ല. അസുഖമാണ്, അധ്വാനം കൂടുതലാണ്, അതെല്ലാം എന്റെ കടം തീർക്കാനാണ്. ആയിക്കോട്ടെ, ഇങ്ങോട്ടില്ലാത്ത കടപ്പാടൊന്നും എനിക്ക് അങ്ങോട്ടും ഇല്ല. എടി നീ എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറ. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു ആ മോന് ട്രിപ്പിൾ എടുക്കാൻ കുഞ്ഞമ്മയും കുട്ടി ആശുപത്രി പോയാൽ എന്താന്ന്. വിശക്കനുണ്ടല്ലേ? മോക്ക് വിശക്കനുണ്ടാ? എന്നോടാണോ? ആ, ഇല്ല. മുഖം കണ്ടാ തോന്നും വിശക്കനുണ്ടെന്ന്. എനിക്ക് കാലത്തെ ഭക്ഷണം ഒരു സുഖമില്ല, വല്ലാത്ത പരവശം. ഇവിടെ നല്ല മസാല ദോശ കിട്ടും. മോന് മസാല ദോശ വേണടാ. അവന് വേണമെന്ന്. കുഞ്ഞമ്മയൊന്നും മിണ്ടാതെ വന്നേ. ആ ഗീതടുത്ത് എന്താ ഇവിടെ? മോന് ട്രിപ്പിൾ എടുക്കാൻ കൊണ്ടുവന്നതാ. ആരാ ആശുപത്രിയില്? അമ്മ കാല് തെറ്റിയൊന്ന് വീണു, ഫ്രാക്ചർ ഉണ്ട്. അയ്യോ, എന്നിട്ട് അറിഞ്ഞില്ലല്ലോ. ഏത് മുറിയില്ല? മുകളിലാ. ഞാനും വരാം. കുഞ്ഞമ്മ മോനെ ഒന്ന് പിടിച്ചേ. വരൂ. വേണ്ട വേണ്ട, എണീക്കണ്ട. ഞാൻ മോനെ ട്രിപ്പിൾ എടുക്കാൻ വന്നപ്പോഴാ ശിവനെ കണ്ടത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, മേലാകെ വേദനയാ. കുറെ നാളത്തേക്ക് മേലണെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം. രമേത് അറിഞ്ഞ ഓടിയെത്തും. അവൾ എപ്പോഴും പറയും അമ്മയുടെ കാര്യം. അവള് വരില്ല. അവളെ ഞാൻ അത്ര വെറുപ്പിച്ചിട്ടുണ്ട്. അതൊന്നും സാരമില്ല. രമ ഇപ്പോഴും കുട്ടികളെ പോലെയാ. പറയുന്ന സമയത്തേ ഉള്ളൂ, മനസ്സിലൊന്നുമില്ല. ശിവനോട് ഒറ്റയ്ക്ക് നിന്നാൽ എങ്ങനെയാ? പോയി രമയെ വിളിച്ചോണ്ട് വാ. ഞാൻ പറഞ്ഞതാ അവനോട്, കേക്കണ്ടേ? അത് പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എടുത്തി. എന്നോട് ചോദിക്കാതെ അവൾ ഇറങ്ങിപ്പോയത്. ഇപ്പൊ ഞാൻ തിരിച്ചു വിളിക്കാൻ ചെന്നാൽ അവൾ വിചാരിക്കും അവള് ജയിച്ചു എന്ന്. അത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വരും. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തിരിച്ചു വന്നോട്ടെ, എനിക്ക് വേറെ വിരോധമൊന്നുമില്ല.